ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ടൊരു സാമ്പാർ വെച്ചാലോ? വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു സാമ്പാർ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. അത് നമുക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ഒണിയൻ ചെറുതാക്കി അരിഞ്ഞു വെക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഒരു ഒണിയൻ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത്. പിന്നെ ക്വാണ്ടിറ്റി നമുക്ക് അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇനി ഒരു വെളുത്തുള്ളി, ഒരു 3-4 വലിയ വെളുത്തുള്ളി എടുക്കാം. പിന്നെ പച്ചമുളക് ഒരു 2 വരെ എടുക്കാം. എൻ്റെ പച്ചമുളക് നല്ല വലുതായതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു മീഡിയം തരത്തിലുള്ളതാണെങ്കിൽ നമുക്ക് 2 വരെ എടുക്കാം. ഇതിപ്പോൾ ചില ആൾക്കാർക്ക് സാമ്പാർ ഉണ്ടാക്കിയാലും സാമ്പാറിലെ കഷ്ണങ്ങളൊന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കഷ്ണങ്ങൾ ഇല്ലെങ്കിലും അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണിത്. അപ്പോൾ ഇതേപോലെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും ചെറുതാക്കി അരിഞ്ഞു വെക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിനായി ആവശ്യമുള്ളത്. അല്ലാണ്ട് വേറെ പച്ചക്കറികളൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എങ്ങാനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടി വഴറ്റണ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയോടൊപ്പം തന്നെ ഞാൻ ഒണിയനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യണതാണ്. അപ്പോൾ ഇത് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പച്ചമുളകും തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴന്ന് വരണം. വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മളതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യണത്. അപ്പോൾ ഇത് സ്കൂളിലേക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ പ്രത്യേകിച്ച് ഇഡ്ഡലിക്കൊക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെസിപ്പിയാണിത്. ഇതിനെ ബോംബെ സാമ്പാർ എന്നൊക്കെയാണ് പറയാം. ഇനി നമുക്കതിലേക്ക് സാമ്പാർ പൊടി ഒരു 3 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വരെ കായപ്പൊടി നമ്മൾ ഓൾറെഡി വഴറ്റുമ്പോൾ ഫസ്റ്റിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി. അപ്പോൾ പൊടികളുടെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പുളി, ഒരു ചെറിയ പീസ് പുളി പിഴിഞ്ഞ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അതൊന്ന് പിഴിഞ്ഞ് അതിന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരണം. അപ്പോഴേക്കും ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. 1 ടേബിൾ സ്പൂൺ കടലമാവാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇതല്ല, കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടത്. ഞാൻ കട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളമാക്കി കൊടുത്താണ്. പിന്നെ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഈ കടലമാവിൻ്റെ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടലമാവ് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ടിയായി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ട, പിന്നെ ഇരുന്നിട്ട് തിക്കായി വരുന്നുണ്ട്. കടലമാവിൻ്റെ ആ തിക്നെസ് പെട്ടെന്ന് വരും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാൽ മതി. തിളച്ച് വരുന്നത് കൂടെ നമുക്ക് കറിവേലീസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉണ്ടാവും, പിന്നെയും തിക്കായി വരുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ പാകത്തിനായോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാർ റെസിപ്പിയാണിത്. അപ്പം ഇഡ്ഡലിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇഡ്ഡലി ഇനിയിപ്പോൾ ചോറിലേക്കായാലും നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കണം. ആ സമയം കൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത്ര എളുപ്പത്തിലുള്ളൊരു സാമ്പാറാണ്. അപ്പോൾ ഇന്ന് കാണിച്ച റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണിച്ചായിരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക.